ഹായ് ഓൾ, വെൽക്കം ടു സ്പാർക്ക് ലേണിങ്സ്. സ്പാർക്ക് ലേണിങ്സിൻ്റെ മറ്റൊരു ബയോളജി ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ചാപ്റ്ററുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം SCERT പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 6ാം ക്ലാസ്സിൽ വരുന്ന ചാപ്റ്ററുകളാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 6ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആഹാരത്തിലൂടെ ആരോഗ്യമാണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ഏതാണ്? ആഹാരത്തിലൂടെ ആരോഗ്യമാണ്. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി എന്താ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷണത്തിൽ എന്തൊക്കെ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നും അതെന്തിനൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരം. നമ്മൾ പണ്ടേ പഠിക്കുന്ന കാര്യമാണ്. അതായത് വാഹനങ്ങൾക്കൊക്കെ ഊർജം ലഭിക്കുന്നത് ഇന്ധനങ്ങളിൽ നിന്ന് അല്ലെ, നമുക്ക് ഊർജം ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ പണ്ടേ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആഹാരത്തിൽ നിന്നാണ്. ഓക്കെ, ശരി. ഇനി അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ അല്ലെ. അപ്പൊ പോഷകങ്ങൾ എന്താണ്? പോഷകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഓക്കെ, അപ്പൊ പോഷകങ്ങൾ എന്താണ്? ഒന്ന്, നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ എന്താണ്, ആരോഗ്യം നിലനിർത്തുന്നതിനും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഈ ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുക. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഊർജം ആവശ്യമാണ് അല്ലെ. ഈ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് ആഹാരത്തിൽ നിന്നാണ്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് പോഷകങ്ങൾ. പോഷകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ എന്താണ്, ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഓക്കെ, ഇതില് നമ്മൾ പറഞ്ഞല്ലോ പോഷകങ്ങൾ എന്തിനൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ വളർച്ചയ്ക്ക് രോഗപ്രതിരോധത്തിനൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞു. എന്നാൽ പോഷകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണോ അല്ലേ? പോഷകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് എന്തായിക്കോട്ടെ, അതൊരു പൊറോട്ടയും ചിക്കനും ആയിക്കോട്ടെ, ചോറും മീൻകറി ആവട്ടെ, അപ്പവും ദോശ, എന്തായാലും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ ഏതൊക്കെയെന്നാ പറയുന്നത്. ഒന്നാമത്തെ ആളിന്റെ പേര് കാർബോഹൈഡ്രേറ്റ് എന്നാണ്. രണ്ടാമത്തേത് പ്രോട്ടീനുകളാണ്. മൂന്നാമത്തേത് ആരാണ്? കൊഴുപ്പാണ്. 4 വിറ്റാമിനുകളാണ്. 5 ധാതുക്കളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന, നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ഈ 5 പേരെ നമുക്ക് കിട്ടാനുള്ളൂ. മനസ്സിലായോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പോഷകങ്ങൾ ഈ 5 പേരാണ്. ആരൊക്കെയാണ്? ഒന്ന്, കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ധാന്യകം എന്നാണ് പറയുക. ഓക്കെ, കാർബോഹൈഡ്രേറ്റിനെ മലയാളത്തിൽ പറയുന്നത് ധാന്യകം എന്നാണ്. ഇനി ധാന്യങ്ങളുണ്ട്, അരി, ഗോതമ്പൊക്കെ ധാന്യങ്ങളാണ്. ഇത് ധാന്യകം. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ് ധാന്യകമാണ്. നെക്സ്റ്റ് വരുന്നത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീനെ നമ്മൾ പറയുന്ന പേര് മാംസ്യം എന്നാണ് പറയുക. ഓക്കെ, പ്രോട്ടീന്റെ മലയാളം എന്താണ്? മാംസ്യം എന്നാണ്. ഇനി ഫാറ്റ്, കൊഴുപ്പ് അറിയാലോ. വിറ്റാമിനുകൾ അറിയപ്പെടുന്ന പേര് ജീവകങ്ങൾ എന്നാണ്. ജീവകങ്ങൾ എന്നാണ് വിറ്റാമിനുകൾ അറിയപ്പെടുന്ന മലയാളത്തിൽ പറയുന്നത്. പിന്നെ ധാതുക്കൾ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് പോഷകം? എന്താണ് പോഷകങ്ങളുടെ ധർമ്മം ചോദിച്ചാൽ എന്തൊക്കെയാണ്? രോഗപ്രതിരോധ ശേഷി നൽകുന്നു, അതുപോലെ എന്താണ്, വളർച്ചയ്ക്ക് സഹായിക്കുന്നു, പിന്നെ എന്താ, ആരോഗ്യം നിലനിർത്തും. ഇനി ആഹാരത്തിലെ പോഷകങ്ങൾ പറഞ്ഞു ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം, പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം, പിന്നെ ആരാണ്? കൊഴുപ്പുകള്,
വിറ്റാമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങൾ, ധാതുക്കളാണ്. ഇനി 5 പോഷകങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിന്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ആളുണ്ട്. ആരാണ്? ജലമാണ്. ജലം ഒരു പോഷക ഘടകമൊന്നും അല്ല കേട്ടോ. പക്ഷേ ഈ പോഷകങ്ങളെക്കാൾ നമുക്ക് പ്രധാനമുള്ള ആളാണ് ജലം എന്ന് പറയുന്നത്. അപ്പൊ ജലം എന്താണ്? ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 പേരൊന്നിച്ച് പറയാം അല്ലെ. ആരൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് പറയുന്നത് ഫൈബർ, നാരുകളെ കുറിച്ചാണ്. ഈ നാരുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഹാര വസ്തുക്കളിൽ കാണപ്പെടുന്ന ഒരാളാണ് നാരുകൾ എന്ന് പറയുന്നത്. ഈ നാരുകളും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, വളർച്ച, രോഗപ്രതിരോധം, ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പോഷകങ്ങൾ വേണമെന്ന് പറഞ്ഞു. പോഷകങ്ങൾ ആരൊക്കെയെന്ന് പറഞ്ഞു? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്. ഇത് അടുത്ത പോഷകമല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ആളാണ് ജലം എന്ന് പറഞ്ഞു. ഇനി അതുപോലെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ, നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ്. ഓക്കെ. ഇനി എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണം എന്നില്ല, നമുക്കറിയാം അല്ലെ. അപ്പൊ അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ രാവിലെ അപ്പമാണ് കഴിക്കുന്നതെന്ന് വെച്ചോ അല്ലെ. അപ്പം എന്ന് പറയുമ്പോൾ അരിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റ് പോരാ അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ പോഷകങ്ങളും വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കടലയോ മുട്ടയോ മാംസമോ ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? പ്രോട്ടീൻസ് ലഭിക്കും. ഇനി അതുപോലെ തന്നെ കുറെ മിനറൽസ് ലഭിക്കും. നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് വൈറ്റമിൻസും ധാരാളമായിട്ട് ലഭിക്കും. അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും അതായത് ഒരു ആഹാരത്തിൽ മാത്രമായിട്ട് എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പോഷക ഘടകങ്ങളും നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ ആഹാരത്തെ എന്ത് ചെയ്യുക? എല്ലാം കൂടെ മിക്സ് ചെയ്ത് ക്രമീകരിച്ച് കഴിക്കുക കേട്ടോ. എല്ലാം കൂടെ ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഫുഡ് കഴിക്കുമ്പോഴായാലും ചോറ് കാർബോഹൈഡ്രേറ്റ് ആണ്, അതിൽ പ്രോട്ടീന്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഭക്ഷണത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ട്, ഓരോ വ്യക്തിക്കും ആവശ്യമായ ഊർജത്തിന്റെ കലോറി വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് 2400 കിലോ കലോറി ഒക്കെ നമ്മൾ പറയും. എങ്കിലും ഒരാൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ കലോറിയൊക്കെ വ്യത്യാസപ്പെടും അല്ലെ. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, ഓരോ വ്യക്തികളും കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിന്റെ അളവ്, സമയമൊക്കെ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക. അതിന് ഒരു വഴിയുള്ള എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇൻക്ലൂഡ് ചെയ്ത് ആവശ്യമായ അളവിൽ മാത്രം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഓരോ ന്യൂട്രിയൻറ്റുകളെയും കുറിച്ച് പഠിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പം നമ്മൾ ന്യൂട്രിയൻസ് 5 പേര് പറഞ്ഞു. ആ ന്യൂട്രിയൻറ്റുകളെ കുറിച്ചും അവയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഒന്നാമത്തെ ആള് കാർബോഹൈഡ്രേറ്റ്. ഞാൻ പറഞ്ഞു ആരാണ്? ധാന്യകമാണ്. കാർബോഹൈഡ്രേറ്റ് ആരാണ്? ധാന്യകം. കാർബോഹൈഡ്രേറ്റ് ധാന്യകമാണ്. ഓക്കെ. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട പോഷകങ്ങളെ കുറിച്ചാണ് അല്ലെ. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ പോഷകങ്ങൾ ഏതൊക്കെയാണ് എന്നാ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആൾ ആരാ? കാർബോഹൈഡ്രേറ്റ്. ഞാൻ പറഞ്ഞു മലയാളത്തിൽ എന്താ പറയുക?
ധാന്യകം എന്നാണ് അല്ലെ. അപ്പൊ ധാന്യകം ഓർമ്മിക്കാൻ എളുപ്പമുണ്ടടാ. നമ്മുടെ ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ധാന്യകമാണ് കേട്ടോ. ധാന്യങ്ങൾ, അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ധാന്യകമാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാ? ഒന്നാമതായിട്ട് ഊർജം പ്രദാനം ചെയ്യുന്നു. നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ നോർമലി പറയാറുണ്ട് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇവരെ 3 പേരും ഊർജം തരുന്ന ആൾക്കാരാണ്. ആരൊക്കെയാ? കാർബ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇവര് 3 പേരും ഊർജം തരുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിന് ആവശ്യം കാർബോഹൈഡ്രേറ്റിൽ നിന്നുള്ള ഊർജമാണ്. ക്ലിയർ ആയോ? അപ്പം ഊർജം തരുന്ന ആൾക്കാരാണ് കാർബ്, പ്രോട്ടീൻ, ഫാറ്റ്. ഓക്കെ. പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം സ്വീകരിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഊർജമാണ്. ഓക്കെ. ഇനി ഒരുപക്ഷെ നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല, അതായത് നമ്മൾ അരി ആഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഡയറ്റിന്റെ ഭാഗമായിട്ട് അരി ആഹാരങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ബഹിഷ്കരിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ധാന്യകത്തിന്റെ അഭാവം ഉണ്ടെങ്കിൽ ആര് തരാറുണ്ട്? പ്രോട്ടീൻ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയോ? ഞാനത് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ജസ്റ്റ് ഓർമ്മിച്ചോളുക, നമ്മുടെ ശരീരത്തിന് എളുപ്പം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ ജോലി എന്താടാ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ഓക്കെ. ഇനി അടുത്ത്, ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന കക്ഷി പല രൂപത്തിൽ കാണപ്പെടും. ഏതൊക്കെയാ? ഒന്ന് അന്നജം, സ്റ്റാർച്ച് എന്ന് പറയും. ഓക്കെ. ഒന്നാമത്തെ ആള് അന്നജം, സ്റ്റാർച്ച്. ഓക്കെ. പഞ്ചസാര, അറിയാലോ, ഷുഗർ, ഗ്ലൂക്കോസ്, സെലലോസ്, ഫൈബർ, നാരുകള് എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണും. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കഴിക്കുന്ന ചോറിലാണെങ്കിൽ ഏത് രൂപത്തിലാണ്? അന്നജ രൂപത്തിലാണ് കാണപ്പെടുക. ഓക്കെ. ചോറിലാണെങ്കിൽ അന്നജ രൂപത്തിലാണ്. ഇനി ചില ഫലവർഗ്ഗങ്ങളിലാണെങ്കിൽ പഞ്ചസാരയായിട്ടും ഗ്ലൂക്കോസ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ഇനി സസ്യങ്ങളിലാണെങ്കിൽ സെലുലോസ് എന്ന രൂപത്തിലാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, സസ്യങ്ങളുടെ കോശഭിത്തി അല്ലെ, സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെലുലോസ് കൊണ്ടാണ്. ഓക്കെ. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെലുലോസ് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് സസ്യങ്ങളിൽ ആര് കാണപ്പെടും? സെലുലോസ് കാണപ്പെടും. ഇനി സെലുലോസിന് പ്രത്യേകതയുണ്ട്, നമ്മുടെ ബോഡിയിൽ അത് ഡൈജസ്റ്റ് ആകില്ല. ഓക്കെ. മനുഷ്യ ശരീരത്തില് ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ആണ് സെലുലോസും നാരുകളും അതുപോലത്തെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പല രൂപത്തിൽ ആരെ കാണാൻ സാധിക്കും? നമുക്ക് കാർബോഹൈഡ്രേറ്റുകളെ ഭക്ഷ്യവസ്തുക്കളിൽ കാണാൻ പറ്റും. അപ്പം അരി, ഗോതമ്പ് തുടങ്ങിയ വസ്തുക്കളിലാണെങ്കിൽ സ്റ്റാർച്ച് എന്ന രൂപത്തിലായിരിക്കും. ഫലവർഗ്ഗങ്ങളിലാണെങ്കിൽ സുക്രോസ് ആയിട്ടും ഗ്ലൂക്കോസ് ആയിട്ടും പഞ്ചസാരയായിട്ടും കാണപ്പെടും. ഇനി സസ്യങ്ങളിലാണെങ്കിൽ നാരുകളായിട്ടും സെലുലോസ് ആയിട്ടൊക്കെ കാണപ്പെടും. ഓക്കെ. അപ്പൊ ഊർജം പ്രദാനം ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അന്നജം, സ്റ്റാർച്ച്, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെലുലോസ്, നാരുകൾ, ഫൈബർ എന്നീ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നത്. ഇനി സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെലുലോസ് കൊണ്ടാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഈ സെലുലോസ് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിൽ നോക്കേണ്ടത്, കണ്ടോ, ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. ഇപ്പൊ നമ്മുടെ പൊട്ടറ്റോ പോലത്തെ വസ്തുക്കൾ ഉണ്ടല്ലോ, പൊട്ടറ്റോയിലൊക്കെ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ട്യൂബേഴ്സിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് ആരാണ്? അന്നജമാണ്. അപ്പോൾ ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്താണ്? അത് അന്നജമാണ്. ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്താണ്? അന്നജമാണ്. ഓക്കെ. ഇനി അടുത്ത് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ചെറുധാന്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ. അടുത്ത പഠിക്കേണ്ടത് ആരാണ്?
ചെറുധാന്യങ്ങളെ കുറിച്ചാണ്. എടാ, ചെറുധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആരാണ്? മില്ലറ്റ്സ് ആണ് കേട്ടോ. ചെറുധാന്യങ്ങൾ എന്താണ്? മില്ലറ്റ്സ് എന്ന് പറയില്ലേ, അതാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. ഓക്കെ, എവിടെയാ ഉൾപ്പെടുന്നത്? പുല്ലുവർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് നമ്മൾ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന് പറയുക. ഓക്കെ, ഇനി ഇവയുടെ പ്രത്യേകതയാ പറയുന്നത് എന്താണെടാ? അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതു ലവണങ്ങൾ എന്നിവ ഇതിലുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഒത്തിരി കേൾക്കുന്നതാണ് മില്ലറ്റ്സ് കഞ്ഞി, മില്ലറ്റ്സ് ഉപ്പുമാവ് അല്ലെ. അപ്പൊ മില്ലറ്റ്സിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഇവയ്ക്ക് അരി, ഗോതമ്പ് എന്നിവയെക്കാളും ഉയർന്ന അളവിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? പ്രോട്ടീന്, വിറ്റാമിനുകൾ, ധാതു ലവണങ്ങൾ എന്നിവ കാണപ്പെടും. ഓക്കെ ആണല്ലോ. അപ്പൊ മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഏതാ? പുല്ലുവർഗത്തിൽപ്പെട്ട ചെറുധാന്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇവയ്ക്ക് അരി, ഗോതമ്പ് എന്നിവയൊക്കെ അപേക്ഷിച്ച് എന്താണ്? ഉയർന്ന തോതിലുള്ള പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ധാതു ലവണങ്ങൾ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത് നമുക്ക് 2 കൊടുക്കാം അല്ലെ. ഇത് 2ാമത്തെ പോയിന്റ്, ഇത് 1ാമത്തേതാണ്. കണ്ടോ? പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് മില്ലറ്റുകള്. ഇവയില് ഉയർന്ന തോതിൽ ആരെക്കാളും, അരിയും ഗോതമ്പിനേക്കാളും എന്ത് കാണപ്പെടുന്നുണ്ട്? പ്രോട്ടീനുകളും വിറ്റാമിനുകളും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവര് ഫൈബർ റിച്ച് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? നാരുകളാൽ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇവര് ഫൈബേഴ്സ്, നാരുകളാൽ സമ്പന്നമായതുകൊണ്ട് ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് നമ്മൾ ഇവയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവയുടെ പോഷക മൂല്യം മനസ്സിലാക്കിയതോടുകൂടി മനുഷ്യരും ആഹാരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്ത് എന്താണ്? പക്ഷികൾക്കും മൃഗങ്ങൾക്കുമാണ് ആഹാരമായിട്ട് കൊടുത്തിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അവയുടെ പോഷക മൂല്യങ്ങളെക്കുറിച്ചും പോഷക പ്രാധാന്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആരൊക്കെയാ വരിക? റാഗി, എല്ലാവർക്കും അറിയാം അല്ലെ. റാഗി ഉണ്ട്, ബജ്രയുണ്ട്, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഈ ആളെ നമുക്ക് 4ാമത്തെ പോയിന്റിൽ ഉൾപ്പെടുത്താം അല്ലെ. കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പോയിന്റ് ചെയ്തേക്കുന്നത്. ഒന്ന് എന്താ? മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ്. 2ാമത് പറഞ്ഞു ഇവയില് അരി, ഗോതമ്പിനേക്കാളും ഉയർന്ന തോതിൽ പ്രോട്ടീനുകളും വിറ്റാമിനുകളും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. 3ാമത് പറഞ്ഞു ഇവ നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മുടെ മില്ലറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ. ഇനി അറിഞ്ഞിരിക്കുക, ഓർമ്മയിൽ വച്ചേക്കുക, ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ ആഹാരമായിട്ട് കൊടുത്തിരുന്നവയായിരുന്നു മില്ലറ്റുകൾ. പക്ഷേ ഇതിൻ്റെ പോഷകമൂല്യം മനുഷ്യൻ മനസ്സിലാക്കിയതോടുകൂടി എന്ത് ചെയ്തു? അവരും ഇത് ആഹാരമായിട്ട് കഴിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് പ്രോട്ടീനാണ് കേട്ടോ. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകം. കാണാതെ പഠിക്കുക. എന്തിനൊക്കെ വേണ്ടിയാണ്? ശരീര നിർമ്മാണത്തിനും ശരീര വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാനപ്പെട്ട പോഷക ഘടകമാണ് ഏതെന്ന് പറയുന്നത്? പ്രോട്ടീനുകൾ എന്ന് പറയുക. ഓക്കെ ആണല്ലോ? അപ്പൊ ശരീര വളർച്ചയ്ക്കും അതുപോലെ എന്താണ് ശരീര നിർമ്മാണം ഒക്കെ റിപ്പയർമെന്റിനൊക്കെ ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി
എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് കാര്യം ഓൾറെഡി പറഞ്ഞു. എന്താണ്? ശരീര നിർമ്മാണം, ശരീര വളർച്ച. ഓക്കെ, ഇവിടെ ഒന്നും ഒതുങ്ങുന്നില്ല. പ്രോട്ടീൻ്റെ ധർമ്മം ഇങ്ങനെ കിടപ്പുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മുടെ തലമുടി, ത്വക്ക്, നഖം. ഓക്കെ, തലമുടി, ത്വക്ക്, നഖം ഇതൊക്കെ പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമാണ്. അപ്പൊ ത്വക്കിലും തലമുടിയിലും നഖത്തൊക്കെ കാണപ്പെടുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. കെരാറ്റിൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ അസ്ഥികൾക്കുള്ളിൽ പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട്. കൊളാജൻ ആണ് അല്ലെ. പേശികൾക്കുള്ളിൽ പ്രോട്ടീൻ കാണപ്പെടുന്നു. ആക്റ്റിനും മയോസിനും അല്ലെ. ഇനി നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ്, ഹോർമോൺസ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രോട്ടീനുകൾ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അല്ലെ, ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിർമ്മിക്കുന്നവയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എന്തിൻ്റെ അളവ് കൂടുതലായിട്ട് വേണം? പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേശികള്, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനൊക്കെ എന്താവശ്യമാണ്? പ്രോട്ടീൻ ആവശ്യമാണ്. പറഞ്ഞ കാര്യം ഒന്ന്, ശരീര നിർമ്മിതിക്കും ശരീര വളർച്ചയ്ക്കും. എന്തിനൊക്കെയാണ്? ശരീര നിർമ്മിതിക്കും ശരീര വളർച്ചയ്ക്കും. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന്. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് നമുക്ക് എന്താവശ്യമാണ്? പ്രോട്ടീൻ ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഊർജം പ്രദാനം ചെയ്യും. അവിടെ ഓർമ്മിച്ചുകൊള്ളുക, ധാന്യകത്തിന്റെ അഭാവത്തിലാണ് കേട്ടോ. ധാന്യകത്തിന്റെ അഭാവത്തിൽ. നമ്മൾ സാധാരണഗതിയിൽ അല്ലാതെ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ നിന്നുള്ള ഊർജ്ജമാണ് ഉപയോഗിക്കുക. പക്ഷെ എന്നാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ അളവൊക്കെ കുറച്ചിട്ടോ കഴിക്കാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ അഭാവത്തിൽ പ്രോട്ടീൻ നമുക്ക് ഊർജം പ്രദാനം ചെയ്യും. ഇനി പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏതൊക്കെയാ? ഒന്ന്, കോഷിയോർക്കർ. മറ്റത് ഏതാണ്? മരാസ്മസ് ആണ്. ഓക്കെ, പ്രോട്ടീൻ്റെ അപര്യാപ്തത രോഗങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? അത് കോഷിയോർക്കറും മരാസ്മസുമാണ്. ഓക്കെ ആണല്ലോ. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരീര നിർമ്മാണത്തിനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും ആവശ്യമായ പോഷക ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഊർജം പ്രദാനം ചെയ്യും. അവിടെ ഓർമ്മിച്ചിരിക്കുക, ധാന്യകത്തിന്റെ അഭാവത്തിൽ ഊർജം പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏതൊക്കെയാ? കോഷിയോർക്കറും മരാസ്മസുമാണ്. ഓക്കെ ആണല്ലോ. കോഷിയോർക്കർ, മരാസ്മസ് ആണ്. നമ്മുടെ സാധാരണയായിട്ട് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ സിലബസിനകത്ത് നമുക്ക് എപ്പോഴും ജീവകങ്ങളും ധാതുക്കളും എന്നാ ചോദിക്കാറുള്ളത് അല്ലേ. അപ്പൊ അല്ലാതെ ഈ പൊതുജനാരോഗ്യം, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്നൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ഉൾപ്പെടുത്തുന്ന ഭാഗമാണ് പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ അപര്യാപ്തത രോഗം പഠിക്കാനായിട്ട് മറന്നു പോവല്ല. പ്രോട്ടീൻ്റെ അപര്യാപ്തത രോഗം പഠിക്കണം. ഇനി ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ കൊടുത്തു തരുവാണ്. അതായത് സാധാരണഗതിയിൽ 1 ഗ്രാം പ്രോട്ടീനിൽ നിന്നും നമുക്ക് എത്രയാണ്? 4 കലോറിയാണ് എനർജി ലഭിക്കുക. ഓക്കെ, 1 ഗ്രാം പ്രോട്ടീനിൽ നിന്നും 4 കലോറിയാണ്. അത് കാർബിൽ നിന്നും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ പ്രോട്ടീനിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ഓക്കെ, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്നും 4 കലോറി, 1 ഗ്രാം പ്രോട്ടീനിൽ നിന്നും 4 കലോറിയാണ് ലഭിക്കുക. എന്നാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ ആരോഗ്യവാനായ ഒരു വ്യക്തി ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആരോഗ്യവാനായ ഒരു വ്യക്തി ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണം? എത്രയാണ്? അതായത് അയാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോയ്ക്ക് 1 ഗ്രാം എന്ന നിരക്കിലാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ശരീരഭാരം 50 കിലോയാണെങ്കിൽ എത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണം? 50 ഗ്രാമോളം പ്രോട്ടീൻ കഴിക്കണം. ഓക്കെ, അപ്പം മറക്കരുത് പറഞ്ഞ കാര്യം. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്നും 1 ഗ്രാം പ്രോട്ടീനിൽ നിന്നും എത്രയാണ്?
4 കലോറിയാണ് ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞു ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് അയാളുടെ ശരീരഭാരത്തിൻ്റെ 1 കിലോയ്ക്ക് 1 ഗ്രാം എന്ന നിരക്കിൽ നമ്മൾ എന്ത് കഴിക്കണം? പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ്റെ അപര്യാപ്തത രോഗങ്ങളാണ് ഏതൊക്കെയാ? കോഷിയോർക്കറും മറ്റത് ഏതാണ്? മരാസ്മസുമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് കൊഴുപ്പാണ്. കൊഴുപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇതും എന്താ? എനർജി പ്രൊവൈഡേഴ്സ് ആണ് കേട്ടോ. ഊർജം പ്രദാനം ചെയ്യുന്നവരാണ്. ഓക്കെ, കൊഴുപ്പ് എന്ത് തന്നെയാണ്? ഊർജം പ്രദാനം ചെയ്യുന്നവരാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഓർമ്മിച്ചുകൊള്ളുക. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ എന്ത് വേണം? കൊഴുപ്പ് നമുക്ക് വേണം. ഒരേ അളവിൽ കൊഴുപ്പും ഒരേ അളവിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് കാർബാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് 1 ഗ്രാമിൽ നിന്നും 4 കലോറി. ഓക്കെ, പ്രോട്ടീൻ ആണെങ്കിൽ എന്താണ്? 1 ഗ്രാമിൽ നിന്ന് 4 കലോറി. ഫാറ്റ് ആണെങ്കിൽ 1 ഗ്രാമിൽ നിന്നും 9 കലോറിയാണ് തരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ എനർജി ലെവൽ കണക്കാക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് 1 ഗ്രാമിന് 4 കലോറിയും പ്രോട്ടീൻ 1 ഗ്രാമിന് 4 കലോറിയും, എന്നാൽ ഫാറ്റ് ആണെങ്കിൽ എത്രയാണ്? 1 ഗ്രാമിന് 9 കലോറിയാണ് എനർജി തരിക. ഓക്കെ, 1 ഗ്രാമിന് 9 കലോറിയാണ് എനർജി തരുന്നത്. അപ്പോൾ അതാ പറഞ്ഞിരിക്കുന്നത്, ഒരേ അളവിൽ കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഊർജം എവിടെ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് കൊളസ്ട്രോളിനെ കുറിച്ച് പറയുവാണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കും ഈ ഫാറ്റ് നമുക്ക് എന്തിനാ? ഒന്ന്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാം അല്ലേ? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളെ ആഗിരണം ചെയ്യാനൊക്കെ എന്ത് വേണം? നമുക്ക് കൊഴുപ്പ് ആവശ്യമാണ് കേട്ടോ. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോള്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. മനസ്സിലായപ്പം ഒത്തിരി കൂടാൻ പാടില്ല, പക്ഷെ എന്താണ്? മിതമായ അളവിൽ നമുക്ക് എന്താവശ്യമാണ്? കൊളസ്ട്രോൾ ആവശ്യമാണ്. ഓക്കെ, ഇനി രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതായത് നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് ഓർമ്മിക്കുക. കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവെന്ന് പറയുന്നത് 150 to 200 mg/dl വരിക. ഓക്കെ, അപ്പോൾ രക്തത്തിൽ എത്രയാ കൊളസ്ട്രോള്? 150 to 200 ആണ് വരുന്നത്. അപ്പോൾ ഇതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ, ഇപ്പം എക്സാമ്പിള് ഇത് നമ്മുടെ രക്തക്കുഴലാണെന്ന് സങ്കല്പിക്കുക. അപ്പം എന്ത് ചെയ്യും? ദാണ്ടേ അതിൻ്റെ ഉൾഭിത്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? രക്തത്തിൻ്റെ ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ഈ കണ്ടീഷന് പറയുന്ന പേര് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയാറുണ്ട് കേട്ടോ. രക്തക്കുഴലുകളിൽ എന്താണ്? കൊഴുപ്പ്, അതുപോലെ തന്നെ എന്താണ്? കാൽസ്യം ലവണങ്ങൾ എന്നിവ അടിഞ്ഞു കൂടുന്നതിന് പറയുന്ന പേരാണ് അതിറോസ്ക്ലീറോസിസ്. അപ്പം രക്തത്തിൽ കൊളസ്ട്രോളിന്റെ സാധാരണ അളവെന്ന് പറയുന്നത് 150 to 200 ആണെന്ന് ഓർമ്മിച്ചോളുക. അപ്പൊ കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൊളസ്ട്രോൾ നമുക്ക് മിതമായ അളവിൽ ആവശ്യമാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അധികമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുകയും ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിറ്റാമിനുകളെ കുറിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാണ്? വിറ്റാമിനുകളെ കുറിച്ചാണ്. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും
ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. ഓക്കെ, ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ ആവശ്യമായ പോഷകങ്ങളാണ് വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ ആവശ്യമായ പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ എന്ന് പറയുക. അപ്പൊ നോർമലി നമുക്കറിയാലോ, വിറ്റാമിൻസ് നമുക്ക് രണ്ടായി തിരിക്കാം. ഏതൊക്കെയാ? ഒന്ന് ജലത്തിൽ ലയിക്കുന്നവയെന്നും പിന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവ. അല്ലെ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ADEK. മറക്കരുത്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ഏതൊക്കെയാ? അതാണ്ട് ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ കൊടുത്തിട്ടുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാ? വിറ്റാമിൻ A, വിറ്റാമിൻ D, വിറ്റാമിൻ E, വിറ്റാമിൻ K. എന്നാൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? അത് ബിയും സിയും ആണ്. ഓക്കെ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണെങ്കിൽ ഏതാണ്? ADEKയും. ജലത്തിൽ ലയിക്കുന്നതാണെങ്കിൽ ഏതാണ്? അത് ബിയും സിയും ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പറഞ്ഞ കാര്യം വിറ്റാമിനുകളെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ട് തരമുണ്ട്. ഏതൊക്കെയാ? കൊഴുപ്പിൽ ലയിക്കുന്നവയും മറ്റേതാണ് ജലത്തിൽ ലയിക്കുന്നവയുമാണ്. ഇതില് നമുക്കിവിടെ ഇപ്പം കൊഴുപ്പെന്നോ ജലമെന്നോ സെപ്പറേഷൻസ് ഒന്നുമില്ല. നമ്മൾ വൈറ്റമിൻസ് അത്രയും 6 പേരെ കുറിച്ചും പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ സെപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ, അതായത് ജലത്തിൽ ലയിക്കുന്നവ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊന്നും പറയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? 6 ജീവകങ്ങളെ കുറിച്ചും പഠിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതില് വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്നും അവയുടെ ധർമ്മവും നമ്മൾ പഠിച്ചു പോവാണ്. അപ്പൊ നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല, പാഠപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അതായത് വിറ്റാമിൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ സയന്റിഫിക് നെയിമും ഡെഫിഷ്യൻസി ഡിസീസ് ഒക്കെ ഒത്തിരി പഠിക്കാനുണ്ടെങ്കിലും നമ്മളിപ്പോൾ തൽക്കാലം പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നോക്കിക്കൊള്ളുക. എന്നാലും ചിലപ്പോൾ സയന്റിഫിക് നെയിം വന്നു പോകും, നമുക്ക് നോക്കാം അല്ലെ. ഒന്നാമത്തെ ആള് വൈറ്റാമിൻ A ആണ് അല്ലെ. വിറ്റാമിൻ A ആണ്. വിറ്റാമിൻ A എന്തിനൊക്കെ വേണ്ടിയാ? ഒന്നാമതായിട്ട് കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ്. വിറ്റാമിൻ എയുടെ ധർമ്മം എന്താണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് കേട്ടോ. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ്. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. അത് പറയാതെ പോകുന്നത് ശരിയല്ല. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? റെറ്റിനോൾ ആണ് കേട്ടോ. റെറ്റിനോൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ്. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ്. രണ്ടാമത്തെ ആള് വിറ്റാമിൻ B ആണ്. ബി പറയുമ്പം ബി ഒരു കോംപ്ലക്സ് വൈറ്റമിൻ ആണ്. B1, B2, B3, B5, B6, B7, B8, B9, B12 ഇങ്ങനെ 8 പേരുണ്ട്. അപ്പൊ നമുക്ക് അവിടെ സയന്റിഫിക് നെയിം പ്രത്യേകിച്ച് പഠിക്കേണ്ട, അവിടെ 8 പേരും പഠിക്കണം. അപ്പൊ എന്താ വിറ്റാമിൻ B എന്ന് പറയുന്നത്? നമ്മുടെ തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനാണ് അല്ലെ. വിറ്റാമിൻ B എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? തലച്ചോറ്, നാഡികൾ. തലച്ചോറും നാഡിയും കിട്ടുമല്ലോ. കാരണം എന്താ? അത് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാരാണ് തലച്ചോറ്, നാഡി അല്ലെ. പിന്നെ ആരാ? ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് എന്ത് വേണം? വിറ്റാമിൻ B ആവശ്യമാണ്. ത്വക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്. കാരണം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ത്വക്കിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ത്വക്ക് ഓർമ്മയിൽ വെച്ചുകൊള്ളുക. ഇനി വിറ്റാമിൻ C എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. സി എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് വിറ്റാമിൻ C എന്ന് പറയുന്നത്. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കും. ഓക്കെ, അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? വിറ്റാമിൻ C ഓൾറെഡി നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി തന്നെയാണ് അല്ലെ. അപ്പൊ അതിന്റെ കൂടെ എന്തൊക്കെയുണ്ട്? പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ആരാവശ്യമാണ്? വിറ്റാമിൻ C ആവശ്യമാണ്. ഇനി വിറ്റാമിൻ D എന്ന് പറയുന്നത് കാൽസിഫെറോൾ ആണ് കേട്ടോ. വിറ്റാമിൻ D എന്താണ്? കാൽസിഫെറോൾ ആണ് വിറ്റാമിൻ D എന്ന് പറയുന്നത്. എന്തിനാന്ന് ചോദിച്ചാല് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. ഓക്കെ,
എല്ല്, പല്ല്, വിറ്റാമിൻ ഡി, കാൽഷ്യം ഒക്കെ എന്താ? എല്ല്, പല്ല് അല്ലെ, എല്ലുകളുടെയും പല്ലുകളുടെ ആരോഗ്യം. പിന്നെ ഒരു കാര്യം കൂടി എന്താണ്? രോഗപ്രതിരോധ ശേഷി. അപ്പൊ രോഗപ്രതിരോധ ശേഷിക്ക് 2 വിറ്റാമിനുകളുണ്ട്. ഏതൊക്കെയാണ്? അത് സിയും ഡിയുമാണ്. വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും എന്തിനു സഹായിക്കുന്നുണ്ട്? രോഗപ്രതിരോധ ശേഷിക്കാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ ആണ്. ടോക്കോഫെറോൾ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. ഓക്കെ, വിറ്റാമിൻ ഇ എന്താ? ടോക്കോഫെറോൾ ആണ്, നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വിറ്റാമിൻ കെ എന്താണ്? അത് ഫില്ലോക്വിനോൺ ആണ്. വിറ്റാമിൻ കെ ആണെങ്കിൽ എന്താണ്? അത് ഫില്ലോക്വിനോൺ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ആളാണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണല്ലോ. വൈറ്റമിൻസും അവയുടെ ഫങ്ഷൻസ്, ധർമ്മങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ആള് വിറ്റാമിൻ എ ആണ്. സയന്റിഫിക് നെയിം അല്ലെങ്കിൽ രാസനാമം എന്താ? റെറ്റിനോൾ എന്നാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ്. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന്. ഇനി വിറ്റാമിൻ ബി, അതൊരു കോംപ്ലക്സ് വൈറ്റമിൻ ആണ് അല്ലെ. 8 വിറ്റാമിനുകൾ ചേർന്ന് വരുന്ന ഒരു കോംപ്ലക്സ് വൈറ്റമിൻ ആണ്. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനാണ്. തലച്ചോറ്, നാഡികള്, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനാണ്. അടുത്ത വരുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ആരാ? അസ്കോർബിക് ആസിഡ് ആണ്. എന്തിനു വേണ്ടിയാ? പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. ഓക്കെ, പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ആര് സഹായിക്കുന്നുണ്ട്? വിറ്റാമിൻ സി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൈറ്റമിൻ ഡി ആണ്. കാൽസിഫെറോൾ ആണ് കേട്ടോ. വിറ്റാമിൻ ഡി ആരാ? കാൽസിഫെറോൾ ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. ഓക്കെ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ എന്താണ്? രോഗപ്രതിരോധ ശേഷിക്കുമാണ്. നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ ഇ ആണ്. ടോക്കോഫെറോൾ ആണ്. എന്തിനാണ്? നാഡികൾ, നാഡി ആരാ? നർവ്സ് ആണ് അല്ലെ. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. വിറ്റാമിൻ കെ ആണെങ്കിൽ എന്താ? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കും അല്ലെ. കൊയാഗുലേഷൻ വിറ്റാമിൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സിനെയും കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. വിറ്റാമിൻ ഡി എന്ന് പറയുമ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ്. ഓക്കെ, വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ്. ഇത് ചെറിയ അളവിൽ എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്? ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിറ്റാമിൻ ഡി മെയിൻ സോഴ്സ് ഏതാ? സൺലൈറ്റ്, സൂര്യപ്രകാശമാണ്. ചെറിയ അളവിൽ എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്? നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറയാറുണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ, സൂര്യപ്രകാശം കൊണ്ട് കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കും. അവിടെ ഒരു കുഞ്ഞു കാര്യം കൂടി, നമ്മുടെ ത്വക്കിന് താഴെയായിട്ട് ആര് കാണപ്പെടാൻ? കൊളസ്ട്രോളിൻ്റെ ഒരു പാളിയുണ്ട് അല്ലേ. ആ കൊളസ്ട്രോളിൽ നിന്നാണ് വിറ്റാമിൻ ഡിയെ നിർമ്മിക്കും. ആരുടെ സഹായത്തോടു കൂടി? സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ സഹായത്തോടു കൂടി. ഓക്കെ, സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ സഹായത്തോടു കൂടി മനുഷ്യ ശരീരത്തിലെ കൊളസ്ട്രോളിൽ നിന്ന് നിർമ്മിക്കുന്ന വിറ്റാമിൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ചെറിയ അളവിൽ എവിടെ നിന്നാ? ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം പഠിച്ച കാര്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ വിറ്റാമിൻ പഠിച്ച കാര്യമല്ലേ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ വിറ്റാമിൻ ആണ്. ഇനി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയ്ക്കാണ്
റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നു. അതായത് നമ്മുടെ മുമ്പ് PSC ചോദിക്കാറുണ്ട്, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം എല്ലുകൾ വളഞ്ഞു വളരുന്ന അവസ്ഥ. ഓക്കെ, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം എല്ലുകൾ വളഞ്ഞു വളരുന്ന അവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നമുക്കിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളുടെ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥ. അപ്പൊ അത് ക്ലിയർ, അത് ഒന്ന് മനസ്സിലിട്ടോളുക. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്ത് ചെയ്യും? കാലുകൾ സോഫ്റ്റ് ആകും, മൃദു ദുർബലമായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ കാലൊന്ന് വളഞ്ഞു വരും. ആ കണ്ടീഷന് പറയുന്ന പേരാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം. ഓക്കെ, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് ഏതാ? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ ഡി ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് ഡി എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ നിന്നും ചെറിയ ഒരളവാണ് ലഭിക്കുന്നത്. വിറ്റാമിൻ ഡി എന്തിനു വേണ്ടിയാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, രോഗപ്രതിരോധ ശേഷിക്ക്. ഇനി ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ മൃദുവാവുകയോ ദുർബലമാവുകയോ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബി കോംപ്ലക്സ് ആണ്. അതായത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ വിറ്റാമിൻ ആണ് ഏതാ? ബി കോംപ്ലക്സ്. ഓക്കെ, ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമായ വിറ്റാമിൻ ആണ് ബി കോംപ്ലക്സ്. ഓക്കെ, 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, B1 ഉണ്ട്, B2 ഉണ്ട്, B3, B5, B7, B9, B12 ഇങ്ങനെ 8 തരം വിറ്റാമിനുകൾ ചേർന്നതാണ് ഏതാ? ബി കോംപ്ലക്സ്. 8 തരം വിറ്റാമിനുകൾ ചേർന്നതാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരോഗ്യം നിലനിർത്തുന്നതിൽ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് ആർക്കുണ്ട്? ബി കോംപ്ലക്സിന് പ്രധാന പങ്കുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ്? ഒന്ന് ആരോഗ്യം നിലനിർത്താനാണ്. കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീ പ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ബി കോംപ്ലക്സ് എന്തൊക്കെയാണ്? ഒന്ന്, ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. രണ്ടാമതായിട്ട് കോശത്തിന്റെ ആരോഗ്യം. ഓക്കെ, കോശത്തിന്റെ ആരോഗ്യം. 2, ചുവന്ന രക്താണുക്കളുടെ വളർച്ച അല്ലെങ്കിൽ നമുക്ക് രൂപീകരണം എന്നൊക്കെ പറയാം അല്ലേ? ചുവന്ന രക്താണുക്കളുടെ വളർച്ച. നെക്സ്റ്റ് വരുന്നത് കാഴ്ചശക്തി, അതുപോലെ എന്താ? നാഡീ പ്രവർത്തനം, നാഡികളുടെ പ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കൊക്കെ നമുക്ക് എന്ത് വേണം? ബി കോംപ്ലക്സ് അത്യാവശ്യമാണ്. കിട്ടുമല്ലോ? ബി കോംപ്ലക്സ് 8 തരം വിറ്റാമിനുകൾ കൂടി ചേർന്നതാണ്. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നു. പിന്നെ എന്തൊക്കെയാണ്? കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീ പ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇനി നമ്മൾ പറഞ്ഞു കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ ഡി ഇ കെ എന്ന് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ബിയും സിയുമാണ്. ഇനി അടുത്ത നമുക്കിവിടെ ഒരു ധാതുവാണ് കൊടുത്തേക്കുന്നത്. ധാതു എന്ന് പറയുന്നത് ഏതാണ്? അയൺ ആണ് കൊടുത്തേക്കുന്നത്. ധാതു മീൻസ് അറിയാലോ, മിനറൽ ആണ് കേട്ടോ. ധാതു എന്ന് വെച്ചാൽ ഏതാണ്? മിനറൽ ആണ്. അപ്പൊ അയണിന്റെ പ്രത്യേകത എന്താ? ഒരു മിനറൽ ആണ്, ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അപ്പോ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാ? ഒന്ന്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാ? എ ഡി ഇ കെ, അടക്ക് എന്ന് വായിക്കാം അല്ലെ? എ ഡി ഇ കെ, അടക്ക് എന്ന് വായിക്കാം. ജലത്തിലാണെങ്കിൽ ഏതാ? ബിയും സിയുമാണ്. ബി കോംപ്ലക്സും സിയുമാണ് അല്ലെ? ഇനി നമ്മൾ പറഞ്ഞു അയൺ ഒരു ധാതുവാണ്. അയൺ അല്ലെ, ഒരു മിനറൽ ആണ്. ഇത് ശരിയായ വളർച്ചയ്ക്കും അതുപോലെ എന്താണ്? ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. നെക്സ്റ്റ് നമ്മള് വൈറ്റമിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ പഠിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വരാം? നമുക്ക് നമ്മുടെ മിനറൽസിലോട്ട് വരാം കേട്ടോ, ധാതുക്കളിലോട്ട് വരാവേ. എന്തായാലും നമ്മളിപ്പം
വൈറ്റമിൻസ് പറഞ്ഞല്ലോ നമ്മൾ, അതായത് നമ്മൾ വിറ്റാമിനുകളെ കുറിച്ച് പറഞ്ഞു. ഇനി വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗങ്ങൾ നോക്കിയിട്ട് എവിടെ വരാം? ധാതുക്കളിലോട്ട് വരാം. ഇവിടെ നോക്കിക്കൊള്ളുക, ഈ വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ എന്താ ശരീരത്തിന് ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വേണ്ടത്ര അളവിൽ ലഭ്യമായില്ലെങ്കിൽ അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകും. അപ്പം വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായ ആൾക്കാരാണ് വിറ്റാമിനുകളും ധാതുക്കളും. പക്ഷേ ഇവരുടെ അളവ് അതുപോലും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഓരോ അപര്യാപ്തത രോഗങ്ങളായിട്ട് പഠിക്കുവാണ്. ഒന്നാമത്തേത് വിറ്റാമിൻ എ ആണ്. രോഗം നിശാന്തതയാണ്. ഓക്കെ, വിറ്റാമിൻ എ നിശാന്തത നമ്മൾ നൈക്ടലോപ്പിയ എന്ന് പറയുന്ന രോഗമാണ്. ഞാൻ നൈക്ടലോപ്പിയ എന്ന് എഴുതാൻ കാരണം ഇത്തവണ PSC ചോദിച്ച ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നൈക്ടലോപ്പിയ എന്ന വേർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗം ഏതാണ്? നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെ. നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. മറ്റൊരു പേരാണ് ഏതാ? നൈക്ടലോപ്പിയ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. ഇംഗ്ലീഷിൽ അതിനെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. മറ്റൊരു പേരെന്താണ്? നൈക്ടലോപ്പിയ. നെക്സ്റ്റ് വരുന്നത് വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി ആണ്. ബി എന്ന് പറയുമ്പോൾ രോഗം ഗ്ലോസിറ്റീസ് ആണ്. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? ഗ്ലോസിറ്റീസ്. ഗ്ലോസിറ്റീസ് ആണ് വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗം. എന്താ സംഭവം ചോദിച്ചാൽ നാവ് വീക്കം, നാവിലെ തൊലി ഇളകുന്ന അവസ്ഥ. ഓക്കെ, നാവ് വീക്കവും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലോസിറ്റീസ് എന്ന് പറയുക. അപ്പം നാവ് വീക്കവും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പേര് പറയുന്നത്? ഗ്ലോസിറ്റീസ്. ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏതുകൂടെ പറയാടാ? വായ്പുണ്ണുകൂടി പറയാം. അപ്പോൾ വിറ്റാമിൻ എ നിശാന്തതയാണ്. വിറ്റാമിൻ ബി ആണെങ്കിലോ ഗ്ലോസിറ്റീസും വായ്പുണ്ണുമാണ്. ഗ്ലോസിറ്റീസ് എന്താ? നാവ് വീക്കവും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, നാവ് വീക്കവും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. വിറ്റാമിൻ സി എന്താണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവം. വിറ്റാമിൻ സി ആണെങ്കിൽ എന്താണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ് ഏതാ? വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്ത് പേര് പറയാം? സ്കർവി എന്ന് പറയാം. സ്കർവി. ഓക്കെ, മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ് സ്കർവി എന്ന് പറയുന്നത്. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മോണയിൽ നിന്നുള്ള രക്തസ്രാവം തടയുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം? അപ്പോൾ ഓപ്ഷൻ എന്ത് വന്നാലും ഓർമ്മിക്കുക, സിട്രസ് എന്നൊരു വാക്കുണ്ടെങ്കിൽ അതാണ്. കാരണം സിട്രസ് അടങ്ങിയ ഫലവർഗ്ഗങ്ങൾ എന്നാ പറയുന്നത്. അതായത് നമ്മുടെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ എന്ന അർത്ഥത്തിലാണ് കേട്ടോ. മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ് സ്കർവി എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? കണയാണ്. ഓക്കെ, വിറ്റാമിൻ എ നിശാന്തത, മറ്റൊരു പേര് നൈക്ടലോപ്പിയ. വിറ്റാമിൻ ബി ഗ്ലോസിറ്റീസ്, വായ്പുണ്ണ്. ഗ്ലോസിറ്റീസ് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പിന്നെന്താ? വിറ്റാമിൻ സി ആണെങ്കിൽ മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ്, നമുക്കതിനെ സ്കർവി എന്ന് വിളിക്കാം. വിറ്റാമിൻ ഡി ആണെങ്കിൽ ഏതാണ്? കണയുമാണ്. ഓക്കെ, ഇനി എന്താണ് നിശാന്തത എന്നാണ്. നിശാന്തത എന്ന് പറയുന്നത് ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്ത്. അതായത് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് രാത്രിയൊക്കെ നല്ല ഇരുട്ടാണെങ്കിലും ഒരു അരണ്ട വെളിച്ചം, പുറത്തെവിടെയെങ്കിലും ഉള്ള ഒരു അരണ്ട വെളിച്ചത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കാറുണ്ട് അല്ലേ. പക്ഷെ ഇവർക്ക് സാധ്യമല്ല. അതായത് ഇവിടെ എപ്പോഴാണ്? ഇരുട്ടിലും അതുപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിലും ഇവർക്ക് എന്താണ്? കാഴ്ചക്കുറവ് അനുഭവപ്പെടും എന്നുള്ളതാണ് അല്ലെ. ഇനി നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല.
നമ്മുടെ നോർമൽ ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ് ലെവൽ ഓക്കെയാണ്, പകലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മങ്ങിയ പ്രകാശം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കത് ആ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്നില്ല. ഇതാണ് നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നൈറ്റിലോപ്പിയ. ഓക്കെ ആണല്ലോ. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇനി എന്താ ചില ഇങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ പകലും രാത്രിയും നല്ല വെളിച്ചത്തിലും കാഴ്ച സാധ്യമല്ല എന്ന് ഓർമ്മിച്ചോളൂ. ഓക്കെ. അപ്പം നമുക്ക് ചില വസ്തുക്കളെ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ പറ്റും അല്ലേ, പക്ഷെ ഇവർക്ക് അങ്ങനൊന്നും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ധാതുക്കളെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി അതിൽ ഏത് പറഞ്ഞു, അയൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രധാനപ്പെട്ട ധാതുക്കളിൽ നമ്മൾ അയൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലെ. അയൺ ഇവിടെയും പഠിക്കാനുണ്ട് കേട്ടോ. അയൺ, ഇരുമ്പ് എന്താണ്, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. എവിടെയൊക്കെ കാണപ്പെടും, എവിടെയൊക്കെയാണ്, ഇലക്കറികൾ, ശർക്കര, മാംസ്യം, കരൾ എന്നിവയിൽ കാണപ്പെടും. ഓക്കെ. അപ്പോൾ പ്രധാന ധാതുക്കൾ എന്ന് പറയുമ്പോൾ അയൺ ആണ്. അതിനു വേണ്ടി രക്തത്തില് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്, ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരളിലൊക്കെ കാണപ്പെടും. രണ്ടാമത്തെ ആള് കാൽസ്യമാണ്. കാൽസ്യം എന്ന് പറയുമ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കാനും സഹായിക്കും. ഓക്കെ. ഇപ്പൊ കാൽസ്യം എന്ന് പറയുമ്പോൾ എന്താണ്, എല്ല്, പല്ല് അത് നമുക്ക് കളയാൻ പറ്റില്ല. കാൽസ്യവും വിറ്റാമിൻ ഡിയും ആണെങ്കിൽ എന്താണ്, എല്ല്, പല്ല് നിർബന്ധമാണ് അല്ലെ. അപ്പൊ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണം, പിന്നെ എന്താണ്, രക്തം കട്ടപിടിക്കാൻ, അതായത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം, ധാതുവാണ് ഏതാ, കാൽസ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അയണ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനാണ്, കാൽസ്യം ആണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും അതുപോലെ തന്നെ എന്താണ്, രക്തം കട്ട പിടിക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം എന്നിവയിൽ നിന്നൊക്കെ എന്ത് ലഭിക്കുന്നുണ്ട്, കാൽസ്യം ലഭിക്കും. ഓക്കെ. മുട്ട, പാല്, ഇലക്കറികളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാൽസ്യം ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് അയഡിൻ ആണ്. അയഡിൻ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഓക്കെ. അയഡിൻ എന്തിനാണ്, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കും. എവിടെയാ കാണപ്പെടുക, കടൽ വിഭവങ്ങളിലാണ്. അപ്പോ അയൺ എവിടെയാ, ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരളിലൊക്കെ ഉണ്ട്. കാൽസ്യം ആണെങ്കിൽ മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യത്തിലൊക്കെ ഉണ്ട്. അയഡിൻ ആണെങ്കിൽ കടൽ വിഭവങ്ങളിൽ കാണപ്പെടും. അയൺ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന്, കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കാനും, അയഡിൻ ആണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുമാണ്. ഓക്കെ. ഇനി ഹീമോഗ്ലോബിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ചുവന്ന രക്താണുക്കൾ അറിയാലോ, ആരാ, RBC അല്ലെ. RBCയിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഓക്കെ. RBCയിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഏതാ, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണ വസ്തുവാണ് ആരാ, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇവ എന്താണ്, ചുവന്ന നിറം നൽകും എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്ത്, രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. ഓക്കെ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എന്താണ്, ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനാണ്. അപ്പോൾ എന്താണ്, അതായത് രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഇനി അവിടെ ഓർമ്മിച്ചോളുക, രക്തത്തിൽ വരുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ആരാണ്, ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ. അപ്പം നമ്മുടെ ബോഡിയിൽ എന്താ പറയുക, രക്തത്തിലുള്ള ഓക്സിജൻ എന്താണ്, കോശങ്ങളിൽ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊണ്ടുപോകുന്നതും ആരാണ്, ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അനീമിയ. ഓക്കെ ആണല്ലോ. രക്തത്തില് ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് ഏതാ, അനീമിയ.
ഓക്കെ, അപ്പൊ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ്. രക്തത്തിന് ചുവന്ന നിറം നൽകുന്നുണ്ട്. ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വഹിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയ്ക്ക് എന്ത് പേര് പറയാം? നമുക്ക് അനീമിയ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഹീമോഗ്ലോബിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. എന്തൊക്കെയാവുന്ന രക്തത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ്, അതായത് ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ്. രണ്ടാമതായിട്ട് എന്താണ്? രക്തത്തിന് ചുവന്ന നിറം കൊടുക്കും അല്ലെ. അപ്പൊ ചുവന്ന രക്താണുക്കൾക്ക് ചുവന്ന നിറം കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. മാത്രമല്ല ഓക്സിജൻ നമ്മുടെ രക്തത്തിലോട്ട് എത്തില്ല ഓക്സിജൻ, അതിനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അതുപോലെ തന്നെ കോശങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നതും ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്ക് നമുക്ക് അനീമിയ എന്ന് പറയാം. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് സഞ്ചരിക്കും അല്ലെ, എങ്ങോട്ടാ? കോശങ്ങളിലേക്ക്. അവിടെ വെച്ചിട്ട് കോശാശ്വസനത്തിന്റെ ഫലമായി ആരുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാ കൊണ്ടുവരുന്നത്? കാർബാമിനോ ഹീമോഗ്ലോബിൻ എന്ന രൂപത്തിലാണ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിനെ ഹീമോഗ്ലോബിൻ എങ്ങനെ കൊണ്ടുവരും? കാർബാമിനോ ഹീമോഗ്ലോബിൻ എന്ന രൂപത്തിലാണ്. ഇനി ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ധാതുക്കളുടെ അപര്യാപ്തത രോഗങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, ധാതുക്കൾ മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തത് അയൺ ആണ്. അയൺ എന്താണ്? അനീമിയ, വിളർച്ച. ഓക്കെ, അയൺ എന്തിനാണ്? അനീമിയ. അനീമിയയുടെ മറ്റൊരു പേര് വിളർച്ച എന്നാണ് കേട്ടോ. അനീമിയ, വിളർച്ച ഉണ്ടാക്കുന്നു. അയഡിൻ ആണെങ്കിൽ എന്താണ്? ഗോയിറ്റർ ആണ്. അയഡിൻ ആണെങ്കിൽ ഗോയിറ്റർ ആണ്. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ അപര്യാപ്തത രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ, മറക്കരുത്. അയൺ അനീമിയ, വിളർച്ച ഉണ്ടാക്കുന്നു. അയഡിൻ ആണെങ്കിൽ എന്താ? അയഡിന്റെ അപര്യാപ്തത ഗോയിറ്റർ ഉണ്ടാക്കും അല്ലെ, ഗ്ലാൻഡ് വീർത്ത് വരുന്ന കണ്ടീഷനാണ്. എന്നാൽ കാൽസ്യം ആണെങ്കിൽ ഏതാണ്? ഓസ്റ്റിയോപൊറോസിസ് ആണ്. ഓസ്റ്റിയോമലേഷ്യയും നമുക്ക് പറയാം അല്ലെ. കാൽഷ്യത്തിന്റെ അപര്യാപ്തത രോഗങ്ങളിൽ വരുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, ടെറ്റിനി. ഓസ്റ്റിയോപൊറോസിസ് എന്താ? എല്ലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോമലേഷ്യ എന്ന് വെച്ചാൽ എന്താ? എല്ലുകൾക്കുണ്ടാകുന്ന ബലക്ഷയമാണ്. ടെറ്റിനി എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യത്തിന്റെ കുറവ് മൂലം പേശികൾക്കുണ്ടാകുന്ന കോച്ചി വലിവെന്ന് പറയാം. അപ്പം ഓസ്റ്റിയോപൊറോസിസ് ആണെങ്കിൽ എല്ലുകൾ പൊട്ടുന്ന അവസ്ഥയാണ്. ഓസ്റ്റിയോമലേഷ്യ ബലക്ഷയമാണ്. എന്നാൽ ടെറ്റനി എന്ന് വെച്ചാൽ എന്താ? കാൽസ്യത്തിന്റെ കുറവ് മൂലം നമ്മുടെ പേശികൾക്കുണ്ടാകുന്ന കോച്ചി വലിവാണ്. ഓക്കെ ആണല്ലോ. അപ്പം അയൺ അനീമിയ, അയഡിൻ ഗോയിറ്റർ, കാൽസ്യം ആണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് ആണ്. അതായത് ഓസ്റ്റിയോപൊറോസിസ് എന്താന്ന് പറയുന്നുണ്ട് കണ്ടോ. അതായത് അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് പഠിക്കും. അതായത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് കാൽസ്യത്തിന്റെ കുറവ് മൂലം എല്ലുകൾ പൊട്ടുന്ന അവസ്ഥ എന്ന് പഠിക്കും അല്ലെ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പേര് പറയുക? ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയ്ക്ക് നമുക്ക് എന്ത് പേര് പറയാം? ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്നാണ് പറയുന്നത്. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് എന്ത് കാരണമാകുന്നുണ്ട്? ഈ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം കാരണമാകും. നെക്സ്റ്റ് വരുന്നത് ഗോയിറ്റർ ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിന്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് ഏതാ? സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്ന് പറയും. ഓക്കെ, അയഡിന്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയ്ക്ക് എന്ത് പേര് പറയാം? സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്നാണ് പറയുക. ഓക്കെ, അപ്പോ
എന്തിനാ ഇത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി അയോഡിൻ എന്താന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് എന്താവശ്യമാണ്? അയോഡിൻ ആവശ്യമാണ്. അപ്പം ഭക്ഷണത്തില് അയോഡിന്റെ അപര്യാപ്തത മൂലം ഈ തൊണ്ടയിലെ ഗ്ലാൻഡ് ഇങ്ങനെ വീർത്ത് വരുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പേര് പറയുക? സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് എന്താവശ്യമാണ്? അയോഡിൻ ആവശ്യമാണ്. ഇനി നമ്മളിപ്പം ഏതൊക്കെയാ വിറ്റാമിനുകളെ കുറിച്ച് പഠിച്ചു, ധാതുക്കളെ കുറിച്ച് പഠിച്ചു, ധാതുക്കളുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങളും പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോഷകേതര ഘടകങ്ങളെ കുറിച്ചാണ്. ഓക്കെ, പോഷക ഇതര ഘടകങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് പോഷകങ്ങളെ പോലെ തന്നെ പ്രധാനമാണ് ചില പോഷക ഇതര ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിലൊന്ന് നാരുകളാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കുറച്ച് പോഷകങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ അല്ലാതെ ഈ പോഷകം അല്ലാതെ നമുക്ക് ലഭിക്കുന്ന ചില വസ്തുക്കളെ നമ്മൾ പോഷക ഇതര വസ്തുക്കൾ, അതിലൊന്ന് നാരുകളാണ്. നാരുകൾ എന്ന് പറയുമ്പോൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. നിങ്ങൾ ചിന്തിക്കുക, ഈ നാരുകൾ എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലോസ് വിഭാഗത്തിൽപ്പെട്ട ധാന്യകമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ശരീരത്തിൽ ദഹിക്കാത്ത ആളാണ് ആരെന്ന് പറയുന്നത്? സെല്ലുലോസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം സെല്ലുലോസ് വിഭാഗത്തിൽപ്പെട്ടതായത് കൊണ്ട് തന്നെ എന്താണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുകയും നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസിനെ നമ്മൾ എന്ത് പേര് പറയുക? നാരുകൾ എന്ന് പറയുക. നാരുകൾ എന്തല്ല? പോഷക ഘടകം അല്ല. ഓക്കെ, നാരുകൾ എന്തല്ല? പോഷക ഘടകം അല്ല. ഇനി ദഹനം, വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് ആരാണ്? നാരുകളാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ നാരുകൾ എന്ന് പറയുന്നത് സെല്ലുലോസ് വിഭാഗത്തിൽപ്പെട്ട ഒരു തരം ധാന്യകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, മാത്രമല്ല ഇതിനകത്ത് ഒരു പോഷകവും അടങ്ങിയിട്ടില്ല അല്ലെ. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്നതിലൂടെ ദഹനം എളുപ്പമാക്കി മാറ്റും. ഓക്കെ, ഓർമ്മിച്ചോളുക, വൻകുടലിലെ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്നതിലൂടെ നമ്മുടെ ദഹനം സുഗമമാക്കും എന്നുള്ളതാണ്. ഇനി തവിടടങ്ങിയ ധാന്യങ്ങള്, ഇലക്കറികള്, പച്ചക്കറികള്, വാഴയുടെ പിണ്ടി, വാഴക്കൊമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ധാന്യങ്ങളുണ്ട്, ഇലക്കറികളുണ്ട്, പച്ചക്കറിയുണ്ട്, വാഴപ്പിണ്ടിയുണ്ട്, വാഴക്കൊമ്പുണ്ട്. ഇതിൽ ധാരാളം എന്തടങ്ങിയിട്ടുണ്ട്? നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നത് ആരാണ്? നാരുകളാണ് കേട്ടോ, നാരുകളാണ്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ജലത്തെ കുറിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജലമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഏതാണ്ട് 70% ജലമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ ഏതാണ്ട് 70% ജലമാണ്. ഇനി ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ഇനം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഡൈജഷന് വേണം അല്ലെ, പിന്നെ രക്തചംക്രമണത്തിന് വേണം, അതുപോലെ വിസർജനത്തിനും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നു. ഓക്കെ, ഓർമ്മിച്ചോളുക, ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയവയ്ക്ക് എന്താണ്? ജലം ആവശ്യമാണ്. എന്നാൽ മൂത്രം, വിയർപ്പ് അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്നു. ഓക്കെ, അവിടെ ഓർമ്മിക്കേണ്ട കാര്യം, ഒന്ന്, ശരീരത്തിന്റെ ഏതാണ്ട് 70% ജലമാണ്, മറക്കരുത്. ശരീരത്തിന്റെ ഏതാണ്ട് 70% ജലമാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ വെള്ളം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ധാരാളം ശുദ്ധജലം കുടിക്കണം അല്ലെ. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഇത്
കുട്ടികളുടെ കണക്കാണ്. അപ്പൊ എന്ത് ചെയ്യും, മുതിർന്നവർക്കാണെങ്കിൽ കുറെ കൂടെ കൂടി വരും കേട്ടോ. അപ്പൊ കുട്ടികളാണെങ്കിൽ ഒരു ദിവസം എന്ത് ചെയ്യാറുണ്ട്, 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ കുട്ടികൾ ഒരു ദിവസം 10 to 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. മാത്രമല്ല തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം എന്തടങ്ങിയിട്ടുണ്ട്, ജലം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കുട്ടികൾ കുടിക്കേണ്ടതൊന്നും ഓർമ്മയിൽ വെച്ചോണ്ടേ. നെക്സ്റ്റ് വരുന്നത് സമീകൃത ആഹാരമാണ്. ഇവിടെ സമീകൃത ആഹാരം എന്ന് പറയുന്നത് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് എന്ത് ചെയ്യുക. അപ്പോൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയുണ്ട്, അതായത് പ്രോട്ടീന് മീൻസ് അതായത് നമ്മുടെ ബോഡി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കഴിക്കാൻ പോകുന്ന ആഹാരം അല്ലേ, നിശ്ചിത അളവിൽ എന്തൊക്കെയാ, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് തുടങ്ങിയവ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പം സമീകൃത ആഹാരം എന്നാ കൊടുത്തിരിക്കുന്നത് വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമത്തെ നമുക്ക് എന്ത് പേര് പറയാം, സമീകൃത ആഹാരം എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു 5 പേരെ പഠിച്ചില്ല, ആരൊക്കെ, കാർബോ, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്. അപ്പോൾ ഇവരെ എല്ലാവരെയും നമ്മൾ ആവശ്യമായ അളവിൽ ഉൾപ്പെടുത്തിയാൽ അതിന് എന്ത് പേര് പറയാം, സമീകൃത ആഹാരം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയാൽ മതിയേ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് ശീലിക്കേണ്ടത്. ഇത്തരം ഭക്ഷണശ്രമമാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഫുഡ് പ്ലേറ്റ്. ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കളും കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ 260, കൊഴുപ്പ് 27 ഗ്രാം, അണ്ടിപ്പരിപ്പ് 30 ഗ്രാം, മുട്ടയാണെങ്കിൽ പാല്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, മുട്ട, മാംസം 85 ഗ്രാം, പഴങ്ങൾ 100 ഗ്രാം, പച്ചക്കറി 40. ഇത്രയും എമൗണ്ട് തന്നെ വേണമെന്നില്ല, നമ്മൾ കഴിക്കുന്ന രീതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തി കഴിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം ഇത്രയും കഴിക്കണം എന്നല്ല, കഴിക്കുമ്പോൾ എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തി കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കലോറിയാണ്. ഓക്കെ, കലോറി എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക, കലോറി. കലോറി എന്ന് പറയുക. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്നതിനെ നമുക്ക് എന്ത് പേര് പറയാം, നമുക്ക് കലോറി. കലോറി എന്ന് പറയാം. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് എന്താവശ്യമാണ്, ഊർജം ആവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്നത് എങ്ങനെയാണ്, കലോറി. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്നത് എങ്ങനെയാണ്, കലോറി. ഇപ്പൊ നമ്മൾ ഇപ്പൊ കിലോമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയും പോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് കണക്കാക്കുന്നത്, കലോറിയിലാണ് കണക്കാക്കുക. മാത്രമല്ല നമ്മുടെ ശ്വസനം, ശാരീരിക പ്രവർത്തനങ്ങൾക്കൊക്കെ എന്താവശ്യമാണ്, ഊർജം ആവശ്യമാണ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ചോളുക. അധ്വാനമുള്ള പുരുഷന് ഒരു ദിവസം അല്ലെ, പ്രതിദിനം 1900 മുതൽ 2400 കലോറി വരെ ഊർജം വേണം. എങ്ങനെയുള്ള ആളിനാണ്, ശാരീരിക അധ്വാനമുള്ള വ്യക്തിക്ക് അല്ലെ. അപ്പൊ ശാരീരിക അധ്വാനമുള്ള ഒരാൾക്ക് ഒരു ദിവസം എത്രയാണ്, 1900 മുതൽ 2400 കലോറിയാണ്. ശാരീരിക അധ്വാനമുള്ള സ്ത്രീക്കാണെങ്കിൽ എത്രയാണ്, 1600 to 2000 മതി കേട്ടോ. അപ്പൊ അതായത് ശാരീരിക അധ്വാനം എന്ന് വെച്ചാൽ എന്താ, രാവിലെ ഒരുപാട് ദൂരം നടന്ന് യാത്ര ചെയ്ത് കൃഷി അങ്ങനെ നമ്മുടെ അത്യാവശ്യം ശാരീരികമായിട്ട് അധ്വാനിക്കേണ്ടി വരുന്ന, നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുക എന്നൊക്കെ പറയില്ല. അപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഒരു ദിവസം 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. എന്നാൽ ഇതുപോലെ അത്യാവശ്യം അധ്വാനിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പ്രതിദിനം ശരാശരി 1600 to 1200 കലോറി വരെ ഊർജം ആവശ്യമാണ്. എന്നാൽ ഒരു മുതിർന്ന കുട്ടിക്കാണെങ്കിൽ 1200 to 1400 ആണ്. അപ്പൊ നമ്മൾ 4 കാര്യം പഠിക്കണം. ഒന്ന്, ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി.
ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. 2 എന്താണ്, അതായത് ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെയാണ്. എന്നാൽ ശാരീരിക അധ്വാനമുള്ള സ്ത്രീക്കാണെങ്കിൽ 1600 to 2000 വരെ മതി. ഇനി ശരാശരി എന്താണ്, അതായത് ഒരു കുട്ടിക്ക്, മുതിർന്ന ഒരു കുട്ടിക്കാണെങ്കിൽ എത്രയാ, 1200 മുതൽ 1400 വരെയാണ് കലോറി. കലോറി ലെവലിൽ നമ്മൾ കലോറി പഠിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി പറയുന്നത് ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് 2400 കലോറി എന്ന് പറയാറുണ്ട്. ഇത് പഴയ കണക്ക്, അതായത് നമ്മുടെ പൂർവികരല്ലേ രാവിലെ എണീറ്റ് മണിക്കൂറുകളോളം അധ്വാനിച്ച് നടന്നൊക്കെ പോയി ആ ഒരു കാലഘട്ടത്തിലാണ് 2400. പക്ഷെ ഇന്ന് അത്രയും ശാരീരിക അധ്വാനം നമുക്കില്ല. അതായത് വെള്ളം കോരണ്ട, അമ്മിയിൽ അരയ്ക്കേണ്ട, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിപ്പോൾ ലാഭിച്ചത് കൊണ്ട്, മെഷീൻസ് വന്നത് കൊണ്ട് അത്രയും കലോറി നമുക്ക് കുറച്ച് മതി. അതുകൊണ്ട് എടുത്ത് പറയുന്നത് ശാരീരിക അധ്വാനമുള്ള പുരുഷൻ എത്ര വേണം, 1900 to 2000. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, 2400 കേട്ടോ. അതായത് ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷനാണെങ്കിൽ പ്രതിദിനം 1900 മുതൽ 2400 വരെയാണ്. ഇനി അയാൾ അതിനേക്കാളും താഴെയാണ്, അതായത് അത്ര അധ്വാനം ഇല്ലെങ്കിൽ 1900 കുറച്ച് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ശാരീരിക അധ്വാനമുള്ള സ്ത്രീ ആണെങ്കിൽ എത്രയാ, 1600 to 2000 ആണ് വരുന്നത്. മുതിർന്ന കുട്ടിയാണെങ്കിൽ പ്രതിദിനം എത്രയാണ്, 1200 to 1400 വരെയാണ് വരിക. ഓക്കെ ആണല്ലോ കലോറി. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജം ലഭ്യമാക്കുന്നു അല്ലേ. അപ്പം സ്കൂളുകളിലുള്ള ഉച്ചഭക്ഷണ പദ്ധതിയിലൂടെ ഏകദേശം 750 കലോറി ഊർജമാണ് കൊടുക്കുന്നത്. അപ്പം ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം സ്കൂളിൽ നിന്ന് 750 കൊടുത്താൽ അത് കണക്കാക്കി നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി നമ്മൾ വീടുകളിൽ നിന്ന് കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. സ്കൂളുകളിൽ നിന്ന് നമ്മൾ 750 കിട്ടുകയാണെങ്കിൽ ബാക്കി നമ്മൾ വീടുകളിൽ നിന്ന് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി 1-2 കാര്യങ്ങളൂടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, 1 പോഷകമൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. 1 പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല. അപ്പം നമ്മളിപ്പം വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക. അത് മുറിച്ച് കഴിഞ്ഞിട്ട് കഴുകിക്കഴിഞ്ഞാൽ അതിലെ പോഷകമൂല്യങ്ങൾ നഷ്ടമാകും എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അധിക സമയം പച്ചക്കറികൾ വേവിക്കാതിരിക്കുക. പച്ചക്കറി പാകം ചെയ്യുമ്പോൾ അടച്ചു വെച്ച് പാചകം ചെയ്യുക. ഓക്കെ, അപ്പോൾ പോഷകമൂല്യങ്ങൾ നഷ്ടമാകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ: 1 പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല. പിന്നെന്താണ്, അധിക സമയം പച്ചക്കറികൾ വേവിക്കാതിരിക്കുക. 3-മതായിട്ട് എന്താണ്, പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ അടച്ചു വെച്ച് പാചകം ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എവിടെ പറയുന്നത്, നമ്മുടെ 6ാം ക്ലാസ്സിലെ 1-മത്തെ ചാപ്റ്ററിനകത്ത് പറയുന്നത് അല്ലെ. ആഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-മത്തെ ചാപ്റ്ററിനകത്ത് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പം വൈറ്റമിൻസ്, മിനറൽസ്, നമ്മുടെ കാർബ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇവയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവയ്ക്കിടെ ധർമ്മങ്ങൾ, വിറ്റാമിൻസിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ, ധാതുക്കളുടെ അപര്യാപ്തത രോഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, താങ്ക് യു.